ഈ ലോകത്ത് സമ്പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് ഹാപ്പിയായി ജീവിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ഒരു സമ്പന്നനെ നോക്കിയിട്ട് അയാളെ നോക്കല്ല, അയാളെ ചാൻസ് ആണ്, അയാൾക്ക് എത്ര പൈസ ഉണ്ട്, ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അയാളുടെ ടെൻഷൻ അയാളത് വേറെയാണ്, അയാൾക്ക് വേറെ ടെൻഷൻ ഉണ്ടാവും. നീ ഇപ്പം നിന്റെ ടെൻഷൻ നിനക്ക് വേറെ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ടെൻഷൻ ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യുന്ന ബിസിനസ്മാൻ, അയാൾ ബിസിനസ് തുടങ്ങിയപ്പോൾ അയാൾ അവിടെ ഷോപ്പ് തുടങ്ങി, ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് അയാൾക്ക് അയാളുടേതായ ടെൻഷൻ ഉണ്ടാവും ബിസിനസിന്റെ. നീ ഒരു കമ്പനി ചെയ്യുമ്പോൾ നിനക്ക് നിന്റേതായ ടെൻഷൻ. അപ്പൊ നമ്മൾ നമ്മളെ മുകളിലുള്ള നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മളുടെ ലൈഫിന്റെ ഹാപ്പിനെസ് കുറഞ്ഞു പോകല്ലാതെ വേറെ ഒന്നും. അതുകൊണ്ട് നമ്മൾ ആരെ നോക്കണ്ടെന്ന്. ഈ ദുനിയാവിൽ ഒരാൾ അല്ല പഠിച്ചോ വിടാതെ ടെസ്റ്റ് പരീക്ഷണം കൊടുക്കാതെ വിടില്ല എന്ന് അല്ല പറഞ്ഞതാണെന്ന്. ഇപ്പൊ വലിയ ഒരു മുറ്റത്ത് ഒരു വലിയ കച്ചവടം സമ്പന്നന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, നോക്കാൻ നല്ല ഗാർഡ്, പുറത്ത് 2 കാർഡുണ്ട്, നല്ല പൂങ്കാവനമുണ്ട്, അതുപോലെ 2-3 ബംഗ്ലാ കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാ ഇത്രയും പൈസ ഇവിടെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവനോട് പോയി ചോദിക്കല്ല. അവൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളോട് പറഞ്ഞാൽ അൽഹംദുലില്ലാ, ഇവനേക്കാളും ഞാൻ ഹാപ്പിയാണ് ഭായി, ഇവൻ്റെ ടെൻഷനേക്കാളും എൻ്റെ ടെൻഷൻ കുറവാണ്, ഞാൻ നല്ല സന്തുഷ്ടനാണെന്ന് നിങ്ങൾ പറയും. അങ്ങനെ തന്നെയാണ്. കാരണം അള്ള പറഞ്ഞതാണ് 5 കാര്യം ഞാൻ ഓരോരുത്തരും നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളെ കപ്പാസിറ്റി, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണം അത് തരില്ല എന്നും അള്ള പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും താങ്ങുന്നത് അവന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, അവന് സഹിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പരീക്ഷണം എങ്ങനെ വരുന്ന അറിയോ? ഭയം, പേടി, അതാണ് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ പണി പോവോ, എൻ്റെ ജോലി പോവോ, എൻ്റെ വീടെന്ന്. അതൊരു ടെസ്റ്റാണ്. അതിന് നമ്മൾ സബർ വെക്കണം. അള്ള വഴി കാണിച്ചു തരും. അതാണ്. രണ്ടാമത്തത് ജീവൻ നഷ്ടപ്പെടും. ഒരു കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും സമ്പന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരുടെ വീട്ടിൽ എന്തെങ്കിലും പരീക്ഷണം, അവനെപ്പോഴും കാലുവേദന, മുട്ടുവേദന, ഷുഗർ, പ്രഷർ, ഒന്നും പൈസ കുറേ ഉണ്ട്, അത് അനുഭവിക്കാൻ പറ്റാതെ എപ്പോഴും ഒരു ടെൻഷൻ, അവൻ്റെ രോഗത്തെ കുറിച്ചിട്ട് ടെൻഷന്, അല്ലെങ്കിൽ അവൻ്റെ മക്കളെ കുറിച്ചിട്ട് മക്കൾ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, മക്കൾ രോഗിയായിരിക്കും, ആ ടെൻഷന്. പൈസ കുറേ ഉണ്ട്. അംബാനി തന്നെ കാണുന്നില്ലേ? അംബാനി തന്നെ നോക്ക്, വേറെ വേണ്ട. ഏറ്റവും വലിയ കൊടും കോടീശ്വരൻ അംബാനി ഞങ്ങൾ പറയുമ്പോൾ അംബാനിൻ്റെ മകനെ നിങ്ങൾക്കറിയില്ല, ഒരു ചെറിയൊരു രോഗം വിട്ട് തടിയൊക്കെ വന്നിട്ട് രോഗബാധിതനാണ് അദ്ദേഹം. ആ മകനെ കുറിച്ച് ഓർത്ത് എപ്പോഴും അയാൾക്ക് ഒരു ഉള്ളിൽ എപ്പോഴും എത്ര പൈസ ഉണ്ട് അയാൾക്ക് ആ ഒരു ബേജാറുണ്ട്. ആ മകനെ ഓർത്തിട്ട് ആ മകനും എപ്പോഴും ഒരു ബേജാറുണ്ട്. ഞാനിങ്ങനെ അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അത് അള്ള പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഭയം, പട്ടിണി, ജീവനഷ്ടം, സമ്പത്ത് നഷ്ടം, ബിസിനസ്സും പൊട്ടുമെന്ന്. നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്നില്ലേ, കളിക്കുന്നില്ലേ? എനിക്ക് ബിസിനസ് ഉണ്ടെന്നിട്ട് വലിയ കാറിലെല്ലാം പോകുന്നില്ലേ? ഒരൊറ്റ ദിവസം മതി അത് പൊട്ടി പാളീസാവാൻ. അങ്ങനത്തെ നമ്മളെല്ലാം റെഡിയായിരിക്കണം. പരീക്ഷണം താങ്ങാൻ എപ്പോഴും റെഡിയായിരിക്കുമ്പോൾ നമ്മൾ വിജയിക്കും. എങ്ങനെയാണ് പരീക്ഷത്തിൽ ക്ഷമിക്കേണ്ടത്? അള്ളാഹുവിലേക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് നമ്മളെപ്പോഴും അത് വന്നാൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് റെഡിയാക്കി വെക്കുക. ക്ഷമയിലൂടെ, ക്ഷമ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ആർക്കാണ് ജീവിക്കാൻ കഴിയുന്നത്, അവനാണ് ഈ ലോകത്ത് യഥാർത്ഥത്തിൽ സമ്പന്നൻ. അതാണ് വേണ്ടത്. സമ്പത്തിന്റെ വർധനവല്ല യഥാർത്ഥ ഐശ്വര്യം, മനസ്സിന്റെ സമാധാനമാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് പൈസ കൂടുന്നതിനനുസരിച്ചിട്ടല്ല ഈ മനസ്സിന് എന്താ സമാധാനം കിട്ടുക. അള്ളാഹുവിന് നിങ്ങളുടെ മനസ്സിൽ എത്ര വാല്യൂ കൂടുതൽ കൊടുക്കുന്നു, നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും ദീനിന് എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും സമാധാനം നിങ്ങൾക്ക് കൂടി വരിക. അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ അതല്ല പറഞ്ഞിട്ടുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അത് നിങ്ങളെ പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദൂരീകരിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് യഥാർത്ഥ ഐശ്വര്യം സമ്പത്തിൽ കിട്ടണമെന്ന് വരില്ല. പക്ഷെ പൈസ ഇല്ലെങ്കിലും സമ്പത്ത് ഇല്ലെങ്കിലും നിങ്ങൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ട്, അള്ളാഹു പറഞ്ഞത് പ്രകാരം നിങ്ങൾ ആ നിസ്കാരവും ഖുർആനും അതുപോലെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, പൈസ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈസ കൂടുതലുള്ളതിനേക്കാൾ കൂടുതൽ സമാധാനം അള്ളാഹു നിങ്ങളെ മനസ്സിലേക്ക് ഇട്ടുതരും. മനസ്സിൻ്റെ സമ്പന്നത, അതാണ് യഥാർത്ഥത്തിൽ സമ്പന്നത എന്ന് പറഞ്ഞത്.